ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുതുത്തമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മിക്കവാറും ഉപയോഗിക്കുന്ന ആൾക്കാർ റീൽസ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് റിംഗ് ലൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു റിംഗ് ലൈറ്റ് വാങ്ങേണ്ടത്, അതായത് ഒരു ബഡ്ജറ്റ് റിംഗ് ലൈറ്റാണ്. ഏകദേശം 300 രൂപേന് വിലയുള്ളൂ. അത്യാവശ്യം നല്ല നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ലൈറ്റിങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് അടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ പ്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച റിംഗ് ലൈറ്റിൻ്റെ ബോക്സ്, റിംഗ് ഫിൽ ലൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ്റെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈഗോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് MRP ഇട്ടിരിക്കുന്നത് 1999. പക്ഷേ ഇത് നമുക്കൊരു 300 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇത് 10 ഇഞ്ച് റിംഗ് ലൈറ്റാണ്. പിന്നെ ഇതിന് ട്രൈപ്പോഡ് വരില്ല. ട്രൈപ്പോഡ് ഉള്ളതാണെങ്കിൽ ഏകദേശം 700 രൂപയൊക്കെ വരും. അപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി ട്രൈപ്പോഡ് വേറെ ഉള്ളതുകൊണ്ട് ഞാൻ ട്രൈപ്പോഡ് ഇല്ലാത്തതാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ട്രൈപ്പോഡിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിംഗ് ലൈറ്റ്, 10 ഇഞ്ചിൻ്റെ റിംഗ് ലൈറ്റാണ്. പിന്നെ അതേപോലെ നടുവിൽ നമുക്ക് ഇതേപോലെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സംഭവമാണ് ഉള്ളത്. പിന്നെ ഇതാണ് അതിൻ്റെ വയർ. അപ്പോൾ വയറിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കുറച്ച് ബട്ടൺസും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ വയറിൻ്റെ അറ്റം വരുന്നത് USB ആണ്. അപ്പോൾ ഈ USB അത് നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറിലൊക്കെ കുത്തിയിട്ട് നേരിട്ട് പ്ലഗിൽ കുത്തിയിട്ട് അതിൽ ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതുമുള്ള സ്വിച്ചുകളും ഇത് അങ്ങനെ ഓൺ ആക്കിയിട്ട് ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുമ്പോൾ 4 സ്വിച്ചുകളാണ് ഉള്ളത്. അതായത് ഒന്ന് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള സ്വിച്ച്. പിന്നെ അതുപോലെ തന്നെ ഇത് മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് കുറയ്ക്കാനും പ്ലസ് ലൈറ്റ് കൂട്ടാനും. പിന്നെ അതുപോലെ തന്നെ ഇത് ലൈറ്റിൻ്റെ കളർ മാറ്റാൻ, അതായത് വാം ലൈറ്റ്, ബ്ലൂ ലൈറ്റ്, പിന്നെ വൈറ്റ് ലൈറ്റ്, അങ്ങനെ 3 ലൈറ്റുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് മാറ്റാനുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ലാപ്ടോപ്പിൽ ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കുറച്ചും കൂട്ടി ഒന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഒന്ന് കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഓഫായ പോലെയായി. പിന്നെ അതിന് ശേഷം അത് കൂട്ടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂടി നല്ല ലൈറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 തരം ലൈറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ വാം ലൈറ്റ് ഉണ്ട്, ബ്ലൂ ലൈറ്റ് ഉണ്ട്, വൈറ്റ് ലൈറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വാമാക്കി കാണിച്ചു തരാം. വാമാക്കുമ്പോൾ ഈ യെല്ലോ കളർ ലൈറ്റ് വരും. പിന്നെ ബ്ലൂ ലൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ലൈറ്റ് എൻ്റെ ഫേസിന് നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ട് അതിൻ്റെ വ്യത്യാസം എങ്ങനെയുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വരുന്നത്, 10 ഇഞ്ചിൻ്റെ ടൈഗോട്ടിൻ്റെ റിംഗ് ലൈറ്റ്. അപ്പോൾ ഇത് 300 രൂപയ്ക്ക് പ്രൊഡക്റ്റ് അടിപൊളി സാധനമാണ്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിന് നേരെ വെച്ചിട്ട് ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോർമലായിട്ടുള്ള വീഡിയോ, അതായത് ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ റിംഗ് ലൈറ്റ് എൻ്റെ നേരെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൺ ചെയ്യുമ്പോൾ ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ റിംഗ് ലൈറ്റ് നമ്മുടെ മുമ്പിൽ വെച്ചാൽ നമുക്ക് കിട്ടുന്ന വ്യത്യാസം. അതായത് ഇതാണ് നോർമൽ, പിന്നെ അതിനുശേഷം റിംഗ് ലൈറ്റ് വയ്ക്കുമ്പോഴുള്ള ഡിഫറൻസാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി, അതായത് നല്ല കളറിൽ കിട്ടും നമുക്ക് ഫേസിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് കൃഷ്ണമണിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ റിംഗ് ലൈറ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറേ റീലുകളിൽ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റിംഗ് ലൈറ്റ് കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കുറയുമ്പോഴുള്ള ഡിഫറൻസ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഓഫായി. പിന്നെ അതിന് ശേഷം അതൊന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കൂട്ടി ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട്. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ കളർ മാറ്റുമ്പോൾ ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് ലൈറ്റ്, അതായത് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ലൈറ്റാണ്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് മാറ്റി ഇപ്പോൾ നമ്മൾ വാം ലൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മുഖത്തൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ വന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. അതാണ് നമ്മളിപ്പോൾ വാം ലൈറ്റ്. പിന്നെ നമുക്ക് ബ്ലൂ ലൈറ്റ് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ബ്ലൂ ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തൊരു ചെറുതായിട്ടൊരു നീലയുടെ ഷെയ്ഡ് പോലെ വരും. പിന്നെ ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള വൈറ്റ് ലൈറ്റ്. അപ്പോൾ വൈറ്റ്, വാം, ബ്ലൂ, അങ്ങനെ 3 കളറുകളാണ് നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റിലുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മുഖത്തൊരു ഇത് കിട്ടും. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി നല്ല നമ്മുടെ ഫേസ് കിട്ടണം. അങ്ങനെ ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഫേസ് വരാം, ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലും. അപ്പോൾ അത്യാവശ്യം നല്ല ഡിഫറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 300 രൂപയ്ക്ക് ഈ ഒരു ബഡ്ജറ്റ് സംഭവം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറേ നാളായിട്ട് റിംഗ് ലൈറ്റ് വാങ്ങണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ബഡ്ജറ്റിൽ ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.